യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസിലേക്ക്. ശ്രീ പി.കെ. ഫിറോസ്, ഇപ്പോൾ അൻവറിന്റെ അടുത്ത നീക്കം അറിഞ്ഞല്ലോ, DMK-യുമായി ചർച്ച നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കത്തെ മുസ്ലിം ലീഗ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏത് മുന്നണിയുമായി ഇന്ത്യയിലെ പ്രവർത്തിക്കുന്ന, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് യോജിക്കുന്ന മുന്നണികളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ തീരുമാനമാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ വളരെ പ്രധാനമുള്ള വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങൾ ഇത്രയും ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അത് തന്നെയാണ് നേരത്തെ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയ വിഷയവുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ്, അദ്ദേഹം തീരുമാനിക്കട്ടെ. പി.കെ. ഫിറോസ്, അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് CPM എടുത്തിരിക്കുന്ന നിലപാടുകൾ നിങ്ങൾക്ക് പൊതുവെ എല്ലാവർക്കും അസ്വീകാരമായി തുടങ്ങിയിരിക്കുന്നു. കാരണം പിണറായി വിജയനെ പിന്തുണയ്ക്കുകയും പിണറായി വിജയന്റെ തീരുമാനങ്ങളെ പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ CPM-ന് പിന്തുണ നൽകുകയും ചെയ്തിരുന്ന കാന്തപുരം വിഭാഗം പോലും ഇപ്പോൾ തിരിച്ചു പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർക്ക് ന്യൂനപക്ഷത്തോടുള്ള CPM-ന്റെ ആത്മാർത്ഥതയിൽ സംശയം ജനിച്ചിരിക്കുന്നു. അതിന് ഉതകുന്ന കാര്യങ്ങൾ പുറത്ത് പറയുകയും അതിശക്തമായി പ്രതികരിക്കുകയും ചെയ്ത അൻവർ ആണല്ലോ. അപ്പോൾ അതിനോട് നിങ്ങൾ യോജിക്കുന്നു എന്ന് ഇപ്പോൾ ET അടക്കം ഇന്ന് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും പിണറായി വിജയനോട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല മതേതര വിശ്വാസികൾക്കൊന്നും യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള രാഷ്ട്രീയമായിട്ടാണ് പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. വളരെ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളിൽ അദ്ദേഹത്തെ നേരത്തെ അനുകൂലിച്ചിരുന്നവർ പോലും പരസ്യമായി പ്രതിഷേധിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. അപ്പൊ ആ നിലക്ക് അദ്ദേഹത്തോട് ഒരു നിലക്കും യോജിക്കാൻ കഴിയില്ല എന്നുള്ള രാഷ്ട്രീയ സമീപനം കേരളത്തിലെ ഏതാണ്ട് എല്ലാ ന്യൂനപക്ഷ സംഘടനകളും ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ അത് മറ്റൊരു തരത്തിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്ന വിഷയങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ RSS സമീപനം, RSS-മായി ചേർന്ന് പ്രവർത്തിക്കുന്ന പോലീസിന്റെ ശൈലി, ഇതെല്ലാം ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നവർ പോലും അത് പരസ്യമായി പറയാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. വേറൊരു കാര്യം കൂടി, ശ്രീ പി.കെ. ഫിറോസ്, ഇപ്പോൾ അൻവറിന് പിന്തുണ നൽകുന്നവർ തീവ്ര നിലപാടുള്ളവരാണ്, SDPI പോലുള്ള സംഘടനകൾ എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നു. അവിടെ എത്തുന്ന അനുയായികൾ എന്നുള്ളത് അവർ സംഘടിപ്പിക്കുന്നവരാണ് എന്നടക്കമുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. ഇനിയിപ്പോൾ DMK-യുമായി ഒരു സഖ്യത്തിലാകുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രതികരണം നടത്താൻ CPM ബുദ്ധിമുട്ടിനി വരില്ലേ? നേരത്തെ CPM മാത്രമല്ല സംഘപരിവാറൊക്കെ ആ ഒരു മനോഭാവങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം അതാണല്ലോ. മുസ്ലിം പക്ഷത്ത് നിന്ന് ന്യായങ്ങൾ ആരെങ്കിലും പറയാൻ തുടങ്ങിയാൽ അവരെ ജിഹാദികളാക്കുക, അവരെ തീവ്രവാദികളാക്കുക, അവർ ദേശവിരുദ്ധരാക്കുക എന്നുള്ളത് സംഘപരിവാർ മനോഭാവത്തിനോടൊപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് CPM ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുമ്പോൾ അത് അവർക്കും ആ മനോഭാവം വന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് വേണം അതിനെ കാണാൻ. അതുകൊണ്ട് അത്തരം തീവ്രവാദ ചാപ്പകുത്തി അല്ലെങ്കിൽ ദേശവിരുദ്ധ ചാപ്പകുത്തി വായ അടപ്പിക്കാൻ ശ്രമിച്ചാൽ വായ അടക്കില്ല എന്നൊരു തീരുമാനമാണ് ഇപ്പൊ എല്ലാവരും എടുക്കുന്നത്. അത് നല്ല കാര്യമാണ്, ജനാധിപത്യത്തിൽ നല്ല കാര്യമാണ്. അങ്ങനെ നോക്കിയാലൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്ന വിഷയത്തിലൊന്നും നിങ്ങൾക്ക് വഴിമാറാൻ കഴിയില്ല എന്നുള്ളത് ഒരു ശുഭസൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ശരി, വളരെ നന്ദി പി.കെ. ഫിറോസ് പ്രതികരിച്ചതിന്. ഏതായാലും എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ബോധപൂർവം അൻവർ എത്തിക്കുന്നു CPM-നെ കൂടി എന്നുള്ളതാണ് അൻവറിൻ്റെ വലിയ രൂപത്തിലുള്ള